രാജ്യതലസ്ഥാനത്ത് വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. ഒരാൾ മരിച്ചിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. മോദി ഗ്യാരണ്ടിയാണിത്. മോദിജി ഉദ്ഘാടനം ചെയ്ത ടെർമിനലാണ് തകർന്നത്. മാർച്ചിലാണ് ഉദ്ഘാടന മാമാങ്കം നടത്തിയത്. മേൽക്കൂര തകർന്നു വീണതോടെ വിമാന സർവീസുകളാകെ താറുമാറായിരിക്കുന്നു. 10 വർഷമായുള്ള ഗ്യാരണ്ടിയുടെ തുടർച്ച. കഴിഞ്ഞ ദിവസമാണ് ട്രെയിനിൽ ബർത്ത് പൊട്ടി വീണ് ഒരാൾ മരിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് റെയിൽവേ നവീകരണത്തിന് അമൃത ഭാരത് സ്കീം ഇതേ മോദിജി ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തെ 1275 സ്റ്റേഷനുകളുടെ നവീകരണമാണ് ലക്ഷ്യമിട്ടത്. അതോടൊപ്പം വന്ദേ ഭാരത് ട്രെയിനുകളും. പക്ഷേ ജനങ്ങൾ ആശ്രയിക്കുന്ന ട്രെയിനുകളെല്ലാം വൃദ്ധാവസ്ഥയിൽ. കേരളത്തിലെ കാര്യം നമുക്കറിയാം. ദൈനംദിന ട്രെയിൻ യാത്ര ദുരിതയാത്രയാണ്. ഇതും മോദി ഗ്യാരണ്ടിയുടെ ബാക്കി പത്രമാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ സർവതന്ത്ര സ്വതന്ത്രന്മാർക്ക് വിഷയമല്ല. വിഷയമാകണമെങ്കിൽ സ്വിഫ്റ്റ് ബസ്സിൻ്റെ ടയർ പഞ്ചറാകണം, നവകേരള ബസ്സിൻ്റെ ഡോർ അടയ്ക്കാൻ പറ്റാതിരിക്കണം. എങ്കിൽ ചാനലുകൾക്ക് അന്തിച്ചർച്ച വരെയാകാം. മോദി സ്തുതി തുടരാം. ബീഹാറിൽ പാലങ്ങളും റോഡുകളും തകർന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ബീഹാറിൽ 4 പാലങ്ങളാണ് തകർന്നത്. ചർച്ചയില്ല, വാർത്തയില്ല. റോഡിലായാലും റെയിൽപാളത്തിലായാലും ആകാശപാതയിലായാലും എല്ലായിടത്തും തകർന്നു വീഴുന്നത് മോദി ഗ്യാരണ്ടിയാണ്. തകർന്നടിഞ്ഞ ഇത്തരം മോദി ഗ്യാരണ്ടികൾക്ക് മറയിടാൻ രാഷ്ട്രപതിയെയും സ്പീക്കറെയും പോലും കേന്ദ്ര ഭരണകക്ഷി ദുരുപയോഗം ചെയ്യുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാന പ്രവേശന പരീക്ഷകളായ നീറ്റും നെറ്റും ഉൾപ്പെടെ ചോർന്നു. കരിമ്പട്ടികയിലുള്ള കമ്പനിക്ക് പരീക്ഷ നടത്തിപ്പ് ചുമതല നൽകിയത് മോദി ചെയർമാനായ സമിതി. എന്തിനേറെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4 വോട്ടിന് വേണ്ടി തട്ടിക്കൂട്ടി ഉദ്ഘാടനം നടത്തിയ രാമക്ഷേത്രം വരെ ചോർന്നു. ഇതെല്ലാം ചർച്ചയ്ക്ക് വരുമ്പോൾ അതിനെ തടയിടാനാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന രാഷ്ട്രപതിയെയും സ്പീക്കറെയും രംഗത്തിറക്കുന്നത്. ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി നടത്തിയത് തനി രാഷ്ട്രീയ പ്രസംഗം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് BJP ഭരണനേട്ടമെന്ന നിലയിൽ അവതരിപ്പിച്ച വിഷയങ്ങൾ അതേപടി ആവർത്തിക്കുക മാത്രമാണ് രാഷ്ട്രപതി ചെയ്തത്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കാർഷിക മേഖലയിലെ പ്രതിസന്ധി തുടങ്ങിയ ജീവപ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിലൂടെ രാജ്യത്തെ എങ്ങനെയൊക്കെ ഇരുട്ടിലേക്ക് തള്ളി നീക്കിയോ അതേ പാത പിന്തുടരുമെന്ന പ്രഖ്യാപനം. ഇതിനെതിരെയാണ് ശബ്ദമുയരേണ്ടത്. നിർഭാഗ്യവശാൽ മോദി സ്തുതിയിൽ വശംവദരായിരിക്കുന്നു നിഷ്പക്ഷ നാട്യക്കാർ.